അങ്ങനെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അയാൾക്ക് ബുള്ളറ്റൊക്കെ മാറ്റിയിട്ട് ചെറുതായിട്ട് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അയാൾ പറയുവാണ് നിങ്ങൾ ആ പെൺകുട്ടീനെ എൻ്റെ കൂടെ വിടണമെന്ന്. അപ്പോൾ നമ്മുടെ ഹീറോ പറയുവാണ് ആദ്യം നിങ്ങൾ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ നോക്ക്, അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്ക്, ഇപ്പം എന്തായാലും ഈ കുട്ടീനെ വിട്ടു തരാൻ പറ്റില്ല എന്ന്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ നടന്നതിനെല്ലാം കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് അങ്ങോട്ടേക്ക് ഒരു നേഴ്സ് വന്നിട്ട് പറയുവാണ് നിങ്ങൾ കൂട്ടിക്കൊണ്ട് വന്നില്ലായിരുന്നോ ഡോക്ടർ ഒരു പെൺകുട്ടീനെ, ആ പെൺകുട്ടി അവിടെ നിന്ന് പോകണമെന്ന് പറയുവാണ്. അങ്ങനെ ഹീറോയിൻ അവിടെ ചെന്നിട്ട് ആ കുട്ടിക്ക് കഴിക്കാൻ ഭക്ഷണമൊക്കെ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവൾ അതെല്ലാം തട്ടി മാറ്റിയിട്ട് പറയുവാണ് നിങ്ങൾ എന്തിനാണ് അയാളെ രക്ഷിച്ചത്, ഞാൻ അയാളെ കൊന്നേക്കാൻ പറഞ്ഞതല്ലേ, നിങ്ങൾ വലിയൊരു തെറ്റ് തന്നെയാണ് ചെയ്തേക്കുന്നത്, ഞാൻ ഇവിടുന്ന് പോകുവാന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേക്കുവാണ്. അപ്പോൾ ഹീറോയിൻ അവളടുത്ത് വീണ്ടും ഇരുന്ന് അത് കഴിക്കാൻ പറയുവാണ്. പ്ലാൻ ചെയ്തതുപോലെ തന്നെ സെക്കൻഡ് ഹീറോയിനും ഡേയോണും കൂടിയിട്ട് ഇങ്ങനെ ജീപ്പിൽ പോയിക്കൊണ്ടിരിക്കുവാണ്. നമ്മുടെ സെക്കൻഡ് ഹീറോയിൻ പറയാണ് ഓ ഈ ക്ലൈമറ്റ് കൊള്ളാമല്ലേ, എൻ്റെ അടുത്തിരിക്കുന്ന ആളെ കാണാനും അത്യാവശ്യം ഭംഗിയൊക്കെ ഉണ്ട്. അങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് ഡേയോൺ പെട്ടെന്ന് ചോദിക്കുവാണ് ഒരുപക്ഷെ ഞാൻ ഈ ജോലി വിട്ടു പോയാൽ നീ എന്ത് ചെയ്യുമെന്ന്. അപ്പം നമ്മുടെ ഹീറോയിൻ പറയുവാണ് ഓ എനിക്ക് വേണ്ടി ജോലി വിടുന്നെന്ന് പറയുമ്പോൾ എനിക്ക് എങ്ങനെ ഒരു ഫീൽ ആവുന്നുണ്ടെന്ന് അറിയാവോ, എൻ്റെ ഹാർട്ട് അങ്ങനെ ചിറകൊക്കെ വെച്ച് പറക്കുന്നത് പോലെയുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ ചിന്തിക്കില്ല, നിങ്ങളിപ്പോൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത് ആ ജോലിയാണ് എനിക്കിഷ്ടം, നീ യൂണിഫോം അണിയുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, എന്നെ തടുത്തിട്ട് ആരും നിൻ്റെ ഷർട്ടിലുള്ള ബട്ടൺസിൽ പോലും ഞാൻ തൊടാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ അവർ രണ്ടുപേരും കൂടിയിട്ട് ആ ഒരു വില്ലേജിലോട്ട് എത്തുവാണ്. പക്ഷേ ആ വില്ലേജിലൊന്നും ആരും ഇല്ല. അത് കണ്ടിട്ട് അവർ ഷോക്കാവുകയാണ്. യോങ് മിൻജിയുടെ അച്ഛനായിട്ടുള്ള ആ ഒരു കമാൻഡർ ആരും അറിയാതെ യൂഷിജനെ കാണാനായിട്ട് വന്നേക്കുവാണ്. ആർഗസിന്റെ ഫോട്ടോ കാണിച്ചിട്ട് യൂഷിജനോട് ചോദിക്കുവാണ് അന്ന് നമ്മുടെ ടീമിലുള്ള ഒരാളുടെ ജീവൻ പോകുമ്പോൾ അവിടെ ആർഗസ് ഉണ്ടായിരുന്നോ എന്ന്. അപ്പോൾ യൂഷിജനും ഉണ്ടായിരുന്നു എന്ന് പറയുവാണ്. എന്നിട്ട് കമാൻഡർ ചോദിക്കുവാണ് അന്ന് 2 പേരെ രക്ഷിക്കാനായിട്ട് അഫ്ഗാനിസ്ഥാനിലോട്ട് പോയില്ലായിരുന്നു, അപ്പം ആൽഫ ടീമായിട്ടുള്ള നീയും അമേരിക്കൻ ടീമുമായിട്ടും ഒരു ജോയിന്റ് ഓപ്പറേഷൻ നടത്തിയിട്ടില്ലായിരുന്നു, ആ ക്യാപ്റ്റനെ നിനക്ക് ഓർമ്മയുണ്ടോ, ആ ക്യാപ്റ്റന്റെ ഫോട്ടോയും ആർഗസിന്റെ ഫോട്ടോയും അടുത്തടുത്ത് വെച്ചിട്ട് ചോദിക്കുവാണ്. യൂഷിജൻ ഇയാളെ അറിയാമെന്ന് പറയുവാണ്. ആർഗസ് കടത്തുന്ന ഇല്ലീഗൽ വെപ്പൺസിന്റെ കൂടെ ഇവരും അതിന്റെ തുണയ്ക്കായിട്ടുണ്ട്. അവർ കടത്തുന്ന എല്ലാ ആയുധങ്ങളും പോയി ചേരുന്നത് നോർത്ത് ഉറൂക്കിന്റെ കമാൻഡർ ആമന്റെ അടുത്താണ് പോയി ചേരുന്നത്. അവരെന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, പക്ഷേ നമ്മുടെ ടീമിലുള്ള ആരും ഇതിൽ ഒരു വിധത്തിലുള്ള ഇന്റർഫിയറും ചെയ്യാൻ പാടില്ല. ഈ സീക്രട്ട് ആയിട്ടുള്ള ഒരു കാര്യം നിന്റെ അടുത്ത് പറയുന്നത് നിന്നെ അത്രയ്ക്കും വിശ്വാസം ഉള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് കമാൻഡർ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ എന്തോ ഒരു പ്രശ്നം ഉള്ളതുപോലെ ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട് നമ്മുടെ ഡേയോൺ ചോദിക്കുവാണ് എന്ത് പറ്റിയെന്ന്. അപ്പോൾ യൂഷിജൻ പറയുവാണ് ഞാൻ എൻ്റെ അടുത്ത് ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. അപ്പം നടന്ന വിഷയങ്ങളെല്ലാം ഡേയോണിൻ്റെ അടുത്ത് പറയുവാണ്. അങ്ങനെ ഹീറോ ആണെങ്കിൽ ഇതെല്ലാം ആലോചിച്ചിട്ട് വെളിയിലോട്ട് ഇരിക്കാൻ നേരത്ത് അവിടേക്ക് നമ്മുടെ ഹീറോയിൻ വരുവാണ്. ഹീറോയിൻ്റെ കയ്യിലിരിക്കുന്ന കോഫി മഗ് ഹീറോക്ക് കൊടുക്കുവാണ്. ആ കുട്ടികൾക്കെല്ലാം എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയുവാണ് അവരെല്ലാവരും ഭദ്രമായിട്ട് ഇരിക്കുവാണ്, മിലിറ്ററി ഗവൺമെൻറ്റിൻ്റെ പ്രൊട്ടക്ഷൻ ക്യാമ്പിലോട്ട് അവരെ അയച്ചേക്കുവാണ്. അപ്പോൾ ഹീറോയിൻ പറയുവാണ് ഓ എങ്കിൽ അത് നല്ല കാര്യം, അപ്പം ബാക്കിയുള്ള കുട്ടികൾക്കും കൂടി ഇപ്പോൾ ഏകദേശം ഓക്കെ ആയിട്ട് വരുവാണ്. അപ്പോൾ ഹീറോ ചോദിക്കുവാണ് ഓ നീ അവരെ നോക്കുന്നതിൻ്റെ ഇടയിൽ നിൻ്റെ മുടി പോലും ചെയ്യാൻ മറന്നുപോയോ എന്ന്, ഇന്നാ നീ ഇത് പിടിയെന്ന് പറഞ്ഞിട്ട് അവളുടെ മുടി വാരാനായിട്ട് ഇങ്ങനെ പോകുമ്പോൾ അവൾ പറയും അയ്യോ അത് ചെയ്യല്ലേ ഞാൻ ഇന്ന് കുളിച്ചിട്ടില്ല എന്ന് പറയുവാണ്. അപ്പോൾ നമ്മുടെ ഹീറോ ചോദിക്കുകയാണ് എന്തിവിടെ വെള്ളമൊന്നും വരുന്നില്ലേ, ഓ അത് നിൻ്റെ ശീലമാണല്ലോ, ആഴ്ചയിലൊരിക്കലൊക്കെ അല്ലേ കുളിക്കൂ എന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ കളിയാക്കുവാണ്. അങ്ങനെ ഹീറോയിന് ഒരു പാഴ്സൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ഇങ്ങനെ എഴുന്നേറ്റ് വന്നെടുത്ത് ഹീറോ കൈ പിടിച്ചിട്ട് ചോദിക്കുകയാണ് ഓ ഒരു പാഴ്സൽ വന്നെന്ന് പറഞ്ഞ് നീ എന്നെ ഇവിടെ ഇട്ടിട്ട് പോവുകയാണല്ലേ, എനിക്കിപ്പോൾ അറിയണം നിനക്ക് ആ പാഴ്സലാണോ വലുത് ഞാനാണോ വലുത്. ഹീറോയിൻ നിങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഓടി ആ പാഴ്സൽ വാങ്ങിക്കാനായിട്ട് പോവുകയാണ്. ഹീറോയിൻ ആണെങ്കിൽ ഹീറോക്ക് വന്ന ഒരു പാഴ്സൽ ഇങ്ങനെ എടുത്തുകൊണ്ട് വരുവാണ്. അതിൽ സ്റ്റേ സ്ട്രോങ് ആൻഡ് ഐ മിസ് യു എന്ന് എഴുതിയേക്കുവാണ്. അങ്ങനെ ഹീറോയിൻ ആണെങ്കിൽ ഹീറോയ്ക്ക് കോൾ ചെയ്തിട്ട് ഷിൻ ഷു എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു പേരിൽ പാഴ്സൽ വന്നിട്ടുണ്ടെന്ന് പറയുവാണ്. ആ പേര് കേട്ട ഉടനെ നമ്മുടെ 2 ഹീറോസും കയ്യിലിരുന്ന സാധനങ്ങളും എല്ലാം പേപ്പറും എല്ലാം എറിഞ്ഞിട്ട് വേഗത്തിൽ ഓടി അങ്ങോട്ടേക്ക് വരുവാണ്. അവർ ആർമി ട്രെയിനിങ്ങിൽ പോലും ഇത്ര ഓടിയിട്ടുണ്ടായിരിക്കില്ല, ആ ഒരു വേഗത്തിലാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി ടോക്കിയിലൂടെ ആ പേര് കേട്ട നമ്മുടെ സെക്കൻഡ് ഹീറോയിനും ആ സ്ഥലത്തേക്ക് വേഗത്തിൽ അവരെക്കാട്ടിലും മുന്നേ എത്തിച്ചേരുവാണ്. അങ്ങോട്ടേക്ക് വന്ന യോങ് മിൻജു ആണെങ്കിൽ ഇന്ന് എന്തായാലും ഞാൻ ഈ ബോക്സ് തുറന്നിരിക്കും, എന്ത് ഇതിനകത്ത് എഴുതിയേക്കുന്ന ഐ മിസ് യു ഹാർട്ടോ, ഇന്ന് എന്തായാലും ഞാൻ തുറക്കും എന്ന് പറഞ്ഞിട്ട് അത് തുറക്കുവാണ്. ഫസ്റ്റ് ഹീറോയിൻ ചോദിക്കുകയാണ് ഡേയോണിന് അനിയത്തി വല്ലതും ഉണ്ടോയെന്ന്. അപ്പം നമ്മുടെ യോങ് മിൻജു ആണെങ്കിൽ ദേഷ്യത്തിൽ പറയുവാണ് അവന് അനിയത്തിയൊന്നുമില്ല, അവൻ്റെ വീട്ടിൽ ഒരേ ഒരു ചെറുക്കനാ. ആ ബോക്സ് പെട്ടെന്ന് തുറക്കുന്ന നമ്മുടെ യോങ് മിൻജു ആണെങ്കിൽ വേഗത്തിൽ അതിൽ നിന്നൊരു ഫോട്ടോ എടുക്കുവാണ്. അതിൽ നമ്മുടെ 2 ഹീറോസും 2 എയർ ഹോസ്റ്റസും ആയിട്ട് ഇരിക്കുന്ന ഫോട്ടോയാണ് കാണുന്നത്. അത് മാത്രമല്ല നമ്മൾ 2 പേരും മീറ്റ് ചെയ്തേക്കുന്നതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഞാൻ ഈ ഫോട്ടോയും കൂടെ അയക്കുന്നെന്ന് അതിൽ എഴുതി വെച്ചേക്കുവാണ്. ഇത് കാണുന്ന നമ്മുടെ 2 ഹീറോയിൻസിനും നല്ല ദേഷ്യം വരുവാണ്. നമ്മുടെ ഫസ്റ്റ് ഹീറോയിൻ പറയുവാണ് യോങ് മിൻജു നിൻ്റെ ഗണ്ണ് പോയി എടുത്തോണ്ട് ആ ഗണ്ണിൽ നിന്ന്
കുറച്ച് ജോലിയുണ്ട്. വേഗത്തിൽ ഓടി വന്ന നമ്മുടെ 2 ഹീറോസും നല്ല കിതച്ച് അവിടെ നിന്നിട്ട് പറയുവാണ്, നിങ്ങൾ എന്തോ തെറ്റിദ്ധരിച്ചേക്കുവാണ്, ഞങ്ങൾക്ക് കുറച്ച് സമയം എന്താ, ഞങ്ങളെല്ലാം പറഞ്ഞു തരാമെന്ന്. ഫസ്റ്റ് ഹീറോയിൻ ചോദിക്കുവാണ്, ആ ഫോട്ടോയിൽ നിങ്ങൾ നന്നായിട്ട് ചിരിച്ചോണ്ടിരിപ്പുണ്ടല്ലോ. അപ്പോൾ യൂഷിജൻ പറയുവാണ്, ആ ഫോട്ടോയിൽ ഞാൻ ചിരിച്ചിട്ടൊന്നുമില്ലല്ലോ, ഞാൻ പാവം പോലെ ഇരിക്കുമല്ലേ. യോങ് മിൻജോ പറയുവാണ്, ഞാൻ 1 2 3 എണ്ണുന്നതിന് മുമ്പ് ഡേയോന്റെ കസിൻ ആരാണെന്ന് 2 പേരും അറ്റ് എ ടൈം പറയണം. 1 2 3. യൂഷിജൻ ലെഫ്റ്റ് പറയുമ്പോൾ ഡേയോൺ റൈറ്റ് പറയുക. പെട്ടെന്ന് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. എന്നിട്ട് യൂഷിജൻ റൈറ്റ് എന്ന് പറയുമ്പോൾ ഡേയോൺ വീണ്ടും ലെഫ്റ്റ് എന്ന് പറയുവാണ്. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഇന്ന് നമ്മൾ തീർച്ചയായിട്ടും പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് നിൽക്കുവാണ്. ഡേയോൺ പറയുകയാണ്, ഇതിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ യൂഷിജന് വേണ്ടിയിട്ട് ഒരു ബ്ലൈൻഡ് ഡേറ്റ് അറേഞ്ച് ചെയ്തതാണ്, വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ സത്യവും വിളിച്ചു പറയുവാണ്. അപ്പോൾ യൂഷിജൻ ഉടനെ ഡേയോണിനെ നോക്കിയിട്ട് പറയും, എന്നെ തന്നെ നീ കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് യൂഷിജൻ പറയുവാണ്, ശരി, നീ എന്തോത്തിനാ നിന്റെ കസിന് മിലിറ്ററിയുടെ അഡ്രസ്സ് കൊടുത്തത്, അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് പാഴ്സൽ അയച്ചത്. ഡേയോൺ, ഞാൻ നിന്നെക്കുറിച്ച് ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചതെന്ന് പറഞ്ഞിട്ട് ചേ എന്ന് പറയുകയാണ് നമ്മുടെ യൂഷിജൻ. നമ്മുടെ ഫസ്റ്റ് ഹീറോയിൻ ആണെങ്കിൽ ഫോളോ മീ എന്ന് പറഞ്ഞിട്ട് വെളിയിലോട്ട് പോവാണ്. അപ്പോൾ അവരുടെ പുറകെ ഡേയോണും പോവുകയാണ്. യോങ് മിൻജോ ഡേയോണിൻ്റെ അടുത്ത് നീ എവിടെ പോവാന്ന് ചോദിക്കുവാണ്. അപ്പോൾ ഡേയോൺ പറയുവാണ്, ഫോളോ മീ എന്ന് പറയുന്ന വാക്ക് കേട്ട് പഴകി പോയതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു ഓർമ്മയിൽ അങ്ങോട്ട് പോയതാ, സോറി. യോങ് മിൻജോ ചോദിക്കുവാണ്, നിങ്ങൾ എത്ര ദൂരം ആ ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഡേയോൺ പറയുവാണ്, ഈ ആർമി എൻട്രൻസിന്റെ ഗേറ്റ് വരെയാണ്. അപ്പോൾ യോങ് മിൻജോ ദേഷിച്ച് പറയുവാണ്, സത്യമര്യാദയ്ക്ക് പറയാൻ. ഇതിന്റെ മറുപടി യൂഷിജൻ പറയുവാണ്, ഞങ്ങൾ വെറുതെ ഒരു ചായ കുടിക്കാൻ മാത്രമാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ ഹീറോയിൻ പറയുവാണ്, ഞാൻ പോയതിനു ശേഷം നീ നിന്റെ ജീവിതത്തിൽ ഒരു പെണ്ണിനും ഒരു സ്ഥലം കൊടുക്കത്തില്ലെന്ന് വിചാരിച്ചത് എൻ്റെ തെറ്റാണ്. ഡേയോൺ പറയുവാണ്, ഒരു ചായ കുടിക്കാൻ മാത്രമേ ഞങ്ങൾ അങ്ങോട്ട് പോയത്. അപ്പം വീണ്ടും യോങ് മിൻജോ ദേഷിക്കുമ്പോൾ പറയുവാണ്, എനിക്കൊന്നും അറിയത്തില്ല കമാൻഡർ, എന്തിനാണ് ആ കാർ എടുത്തുകൊണ്ട് പോകുന്നതെന്ന് എനിക്കറിയില്ല, ഞങ്ങൾ ഒരുമിച്ച് കാറിലാണ് വന്നതെന്നൊക്കെ പറയുവാണ്. വെളിയിൽ യൂഷിജൻ പറയുവാണ്, നീ എന്തിനാ ഇത്ര ടെൻഷൻ ആവുന്നത്, എനിക്ക് അവരുടെ പേര് പോലും ഓർമ്മയില്ല. അപ്പോൾ ഹീറോയിൻ പറയുവാണ്, ഓ പേര് പോലും നിങ്ങൾക്ക് ഓർമ്മയില്ല, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ആ പേര് കേട്ട ഉടനെ നിങ്ങൾ പടപെടാന്ന് പറഞ്ഞ് ഓടി വന്നത്. യൂഷിജന് ഒരു കോള് വരുവാണ്. യൂഷിജൻ അത് എടുക്കാൻ പോകുമ്പോൾ പറയുവാണ്, ഈ കോള് വന്നതുകൊണ്ട് നീ ഇന്ന് രക്ഷപ്പെട്ടെന്ന്. അതേ പേഷ്യൻറ്റിന് ഡോക്ടർ സൂചി വെക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അയാളുടെ കൈ പിടിക്കാനായിട്ട് വരുമ്പോൾ അയാൾ പറയുവാണ്, നീ എൻ്റെ കൈ തൊടരുത്, നിനക്ക് എൻ്റെ കൈ പിടിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ ആ ഒരു വലിയ പ്രശ്നത്തിൽ ഇരിക്കാൻ നേരത്ത് നീ ഒരു കൈ തന്നിരുന്നെങ്കിൽ ഞാൻ അപ്പോൾ അവിടെ നിന്ന് കയറി വന്നേനെ, ഇപ്പോൾ എന്തിനാണ് വരുന്നതെന്ന് പറയുവാണ്. അപ്പോൾ ആ ഡോക്ടർ പറയുവാണ്, ഞാൻ ഇപ്പോഴും ആ ഇൻസിഡൻറ്റിൽ നിന്ന് വെളിയിൽ വന്നിട്ടില്ല, അന്ന് ഞാനൊരു ഡോക്ടറായിട്ടല്ല അവിടെ നിന്നത്, ഒരു ശരാശരി മനുഷ്യനായിട്ടാണ്, എനിക്കന്ന് നിന്നെ രക്ഷിക്കാൻ പറ്റാതിരുന്നതിൽ നല്ല കുറ്റബോധം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ കരയുവാണ്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഡോക്ടറിനെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് പോകാൻ നേരത്ത് ഒരു കോള് വരുവാണ്. അവിടുത്തെ മരുന്നുകളൊന്നും കാണുന്നില്ല, ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയതുപോലെയുണ്ട്. ഡോക്ടേഴ്സ് എല്ലാം പറയുവാണ്, നമ്മുടെ പേഷ്യൻസ് ആരും ഇവിടുന്ന് പോയിട്ടില്ല, പിന്നെ ആരാണിത് ഉടച്ചെടുത്തുകൊണ്ട് പോയേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുവാണ്, ഇതാരാന്ന് എനിക്കറിയാം, ആ പെൺകുട്ടി എന്തിയെ, ഫാത്തിമ എന്ത് ചെയ്യുന്നു. ഹീറോയിനും ഫാത്തിമേനെ അന്വേഷിച്ച് ഒരു ഹോട്ടലിലോട്ട് വരുവാണ്. അവിടുത്തെ ആ പെൺകുട്ടിയെടുത്ത് ഫാത്തിമേനെ കുറിച്ച് അന്വേഷിക്കുവാണ്. നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ പെൺകുട്ടിയെടുത്ത് ചോദിക്കുവാണ്, ആ ഫാത്തിമേനെ കുറിച്ച് എന്തെങ്കിലും വിവരം അറിയാവോ, അവൾ വലിയൊരു ആപത്തിലാണുള്ളത്, അവളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം, അവൾ എവിടെയുണ്ടെന്ന് അറിയാമെങ്കിൽ പറയണം, അല്ലെങ്കിൽ അവളുടെ ജീവൻ തന്നെ ആപത്താണ്. അങ്ങനെ ആ പെണ്ണും ഹീറോയിന് ഹെൽപ്പ് ചെയ്യുവാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഫാത്തിമയുള്ള സ്ഥലത്തോട്ട് പോവുകയാണ്. ഫാത്തിമയുടെ അടുത്ത് ആ ഗാങ്സ്റ്റർ പിള്ളേരെല്ലാം വന്നിട്ട് അവളുടെ കയ്യിലിരുന്ന മരുന്നുകളെല്ലാം മേടിച്ചിട്ട് അവളെ അടിക്കുവാണ്. എന്നിട്ട് അവളുടെ നേരെ ഗണ്ണും പോയിന്റ് ചെയ്ത് നിൽക്കുവാണ്. ഹീറോയിനെയും കണ്ട ഉടനെ ഇവരെല്ലാവരും കൂടി അവരുടെ നേരെ ഗണ്ണും പോയിന്റ് ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുവാണ്, എൻ്റെ ദൈവമേ, ഇത് എന്തൊരു നാടാണ്, എല്ലാ പിള്ളേരുടെ കയ്യിലും ഗണ്ണുണ്ടല്ലോ, ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഒത്തിരി ഗണ്ണ് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവരോട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നടക്കാൻ നേരത്ത് ആ പിള്ളേർ പറയുകയാണ്, നിൻ്റെ ഗണ്ണ് മര്യാദയ്ക്ക് ഞങ്ങളുടെ കയ്യിൽ തന്നിട്ട് അവിടെ പോയി മുട്ടിൽ നിൽക്കുക. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ബാക്കിലോട്ട് വന്നിട്ട് ഹീറോയിൻ്റെ അടുത്തോട്ട് പറയുവാണ്, ഞാൻ ഇവിടുന്ന് ഓടെന്ന് പറയുമ്പോൾ നീ വെളിയിലോട്ട് ഓടി കാറിൽ വെയിറ്റ് ചെയ്യണം, 5 മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ വന്നാൽ ഞങ്ങളുമായിട്ട് നമുക്ക് ആർമി ബേസിലോട്ട് പോവാം, അതല്ലെങ്കിൽ നീ ഇവിടുന്ന് കാറും എടുത്തുകൊണ്ട് പോകണം. ശരി, നമ്മൾ പ്ലാൻ ചെയ്തെല്ലാം ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഫ്രണ്ടിലോട്ട് വന്നിട്ട് ഗണ്ണ് അവിടെ വെച്ചിട്ട് പറയുവാണ്, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഷൂട്ട് ചെയ്താൽ ഞാൻ നിറയെ റിപ്പോർട്ട് എഴുതേണ്ടി വരും, അതുകൊണ്ട് നിങ്ങളുടെ കണ്ണ് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നല്ലൊരു ഫൈറ്റ് തന്നെ തുടങ്ങുവാണ്. അങ്ങനെ നമ്മുടെ ഹീറോയിനും വെളിയിലോട്ട് പോവുകയാണ്. അങ്ങനെ കാറിൽ അവിടെ വെയിറ്റ് ചെയ്യുവാണ്. അകത്ത് ഉഗ്രൻ ഫൈറ്റ് നടക്കുവാണ്. അങ്ങനെ ഹീറോയിൻ്റെ അടുത്ത് പറഞ്ഞതുപോലെ തന്നെ 5 മിനിറ്റൊക്കെ കഴിഞ്ഞു. അയ്യോ 5 മിനിറ്റൊക്കെ കഴിഞ്ഞല്ലോ, അവർ രണ്ടുപേരും കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചിട്ട് ശരി നമുക്ക് അകത്തോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് കാറും എടുത്ത് വേഗത്തിൽ അകത്തോട്ട് പോയിട്ട് അവരെ രണ്ടുപേരെ രക്ഷിച്ചുകൊണ്ട് വരുവാണ്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ പറയണം, ഓ ഫസ്റ്റ് ടൈം ഞാൻ ഇങ്ങനെ ഒരു ഫൈറ്റ് ചെയ്യുന്നു, എന്ത് പൊന്നോ, നമ്മളെ ആരും ഫോളോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. എന്നിട്ട് ഹീറോയിൻ്റെ അടുത്ത് ചോദിക്കുവാണ്, എങ്ങനെയുണ്ട് എൻ്റെ കാൽക്കുലേഷൻ, 1 മിനിറ്റ് ഞാൻ വൈകിയിരുന്നെങ്കിൽ നിങ്ങൾ 2 പേരുടെ കാര്യവും തീർന്നേനെ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ നേരത്ത് കാറ് പെട്ടെന്ന് സ്റ്റക്ക് ആവുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുകയാണ്, ഇതെന്ത് പറ്റിയത്, കാറിന് എന്ത് പറ്റി. അപ്പോൾ ഹീറോ പറയുകയാണ്, അങ്ങനെ അത്രയും വലിയ കഥവൊക്കെ ഇടിച്ച് അകത്തോട്ട് കയറി വന്നാൽ ഏത് കാറാണ് നല്ലപോലെ ഇരിക്കുക,
നീ ഇപ്പോൾ 3ാമത്തെ കാറാണ് വേസ്റ്റ് ആക്കുന്നത്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഹീറോയിനും നല്ല റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കാൻ നേരത്ത് സ്വർഗത്തിലെ കട്ടുറും എന്ന പോലെ നമ്മുടെ ഹീറോ അങ്ങോട്ടേക്ക് വിളിക്കുവാണ്. ആരെങ്കിലും ഈ ഒരു സറൗണ്ടിലുണ്ടോ, ഞങ്ങളുടെ കാറ് റിപ്പയറായി, ഒരു സ്പെയർ കാർ ഇങ്ങോട്ടേക്ക് അയക്കണം. അപ്പോൾ ഡേയോൺ പറയുവാണ്, നിൻ്റെ കാറിന് എന്തോ കുഴപ്പമുണ്ട്, എപ്പോഴും നടുറോട്ടിലാണ് നിൻ്റെ കാർ വന്ന് നിൽക്കുന്നത്. അപ്പം യൂഷിൻ പറയുവാണ്, മതി കളിയാക്കിയത്, പെട്ടെന്ന് ഇങ്ങോട്ട് കാർ അയക്കി. പവർ പ്ലാന്റിൻ്റെ ചീഫ് മാനേജർ കൊടുത്ത ആ ഒരു ബോക്സിൽ ഡയമണ്ട് ഒന്നുമില്ല. കാരണം അയാളുടെ വായിൽ ഇട്ട് അയാൾ ആ ഡയമണ്ട് എല്ലാം വിഴുങ്ങിയിട്ടുണ്ട്. വെളിയിലോട്ട് വരുന്ന ഡയമണ്ട്സ് അയാൾ വീണ്ടും കഴുകിയിട്ട് വിഴുങ്ങി വിടുവാണ്. അങ്ങനെ അയാൾ എയർപോർട്ടിലോട്ട് ഒരു വേഷമൊക്കെ ധരിച്ചു പോവുകയാണ്. പക്ഷേ അയാളെ പിടികൂടുകയാണ്. അയാൾ പിടിയിലായി എന്നുള്ള കാര്യം നമ്മുടെ 2 ഹീറോസും അറിയുവാണ്. അയാളെ അങ്ങനെ അറസ്റ്റ് ചെയ്തിട്ട് മെഡിക്യൂബിൽ കൊണ്ടുവന്ന് ചേർക്കുവാണ്. അപ്പോൾ മറ്റേ ആ പേഷ്യൻ്റ് പറയുവാണ്, ഇതെല്ലാം ആ ഡയമണ്ട് കാരണമായിരിക്കുമെന്ന്. അപ്പോൾ നമ്മുടെ 2 ഹീറോസും ചോദിക്കുവാണ്, എന്ത് ഡയമണ്ടോ? എന്നിട്ട് ആ പയ്യൻ എല്ലാം ഇങ്ങനെ പറയുവാണ്, അയാളുടെ ഓഫീസിൽ ഒരു സീക്രട്ടായിട്ടുള്ള സ്ഥലത്ത് ഈ ഡയമണ്ടൊക്കെ കൊണ്ടുവച്ചിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. നമ്മുടെ 2 ഹീറോസും പറയുവാണ്, അങ്ങനെയെങ്കിൽ ഇതിന് പിന്നിൽ എന്തോ വലിയൊരു കളിയുണ്ട്. അങ്ങനെ മെഡിക്യൂബിലുള്ള അയാളെ പോയി അവർ കാണുവാണ്. യൂഷിജൻ അയാളോട് ചോദിക്കുവാണ്, സത്യം പറ, ആ ഡയമണ്ടിന് പിന്നിൽ എന്തുവാണുള്ളത്? അപ്പോൾ അയാൾ തീരെ വയ്യാത്ത രീതിയിൽ സംസാരിക്കുവാണ്. അങ്ങനെ അവിടേക്ക് നമ്മുടെ ഹീറോയിൻ എക്സ്റേ എടുത്തത് കൊണ്ടുവരുവാണ്. അപ്പം ഹീറോ കാണുവാണ് വയറ്റിൽ ആ ഡയമണ്ട് ഫുള്ളും ഉള്ളത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അയാൾ രക്തം ഇങ്ങനെ ഛർദ്ദിക്കുവാണ്. അപ്പം ഹീറോയിൻ അയാളെ ചെക്ക് ചെയ്തിട്ട് ഉടനെ ഒരു ഓപ്പറേഷൻ വേണം. അങ്ങനെ ഓപ്പറേഷനൊക്കെ സ്റ്റാർട്ടാക്കുവാണ്. ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് യോങ് മിൻജുവും കൂടി വന്ന് ജോയിൻ ആവുകയാണ്. ഡോക്ടർ സോങ്ങിന് വയ്യാത്തതുകൊണ്ടാണ് യോങ് മിൻജു അയാളുടെ രക്തക്കുഴലിൽ എങ്ങാണ്ട് കത്തി വെക്കുവാണ്. അപ്പോൾ നമ്മുടെ 2 ഹീറോയിൻസിൻ്റെ മുഖത്തേക്കും ആ രക്തം അങ്ങനെ തെറിക്കുവാണ്. യോങ് മിൻജു പറയുവാണ്, അയ്യോ ഞാൻ അറിയാതെ അവിടെ കത്തി വെച്ചതാണ്. അങ്ങനെ അവർ വീണ്ടും ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഹീറോയിൻ അപ്പോഴാണ് ഒരു കാര്യം കണ്ടുപിടിക്കുന്നത്. ഹീറോയിൻ പറയുവാണ്, ഒരു മിനിറ്റ് നിൽക്ക്, നിങ്ങൾ കട്ട് ചെയ്തത് അയാളുടെ രക്തക്കുഴലൊന്നുമല്ല, ഇയാളുടെ ട്യൂമർ ഫെസിൽ ആണ് മുറിഞ്ഞത്. എന്തുകൊണ്ടാണ് ഇയാളുടേത് മാത്രം ഇങ്ങനെ വീർത്തിരിക്കുന്നത്? ഇത് അയാൾ ഡയമണ്ട് വിഴുങ്ങിയത് കൊണ്ടുണ്ടായതല്ല. ഇതിനു മുമ്പേ അയാൾക്ക് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നിരിക്കണം. നമ്മളുടെ മെഡിക്കൽ ടീം എല്ലാവരും തന്നെ വെളിയിലോട്ട് പോവുക, ഞാനും യോങ് മിൻജയും മാത്രം ഇവിടെ മതി, ഞങ്ങൾ 2 പേരും ഈ ഓപ്പറേഷൻ ചെയ്തോളാം. എൻ്റെ നിഗമനം ശരിയാണെങ്കിൽ ഇയാൾക്ക് M ടൈപ്പ് വൈറസ് മൂലം ഉണ്ടായ വൈറൽ ഫീവർ ആയിരിക്കണം. ഇതൊരു വൈറസ് ആണ്, ഇത് സാധാരണയായിട്ടുള്ളൊരു ഫീവർ അല്ല, ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് ഇപ്പം തന്നെ വെളിയിലോട്ട് പോകണം. ഈ സ്ഥലം ഐസൊലേറ്റ് ചെയ്യണം. എല്ലാവരും അവരവരുടെ മാസ്ക് കൃത്യമായിട്ട് ഇടണം. ആരും ഞങ്ങളുടെ അടുത്തേക്ക് വരരുത്. എല്ലാവരും ദൂരേക്ക് പോകണം. ഈ റൂം പൂട്ടിയേക്ക്. നമ്മുടെ 2 ഹീറോസും ഈ വിഷയം അറിഞ്ഞിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറാമെന്നും പറഞ്ഞ് വരുവാണ്. അവിടെയുള്ള എല്ലാവരും ഇവരെ തടുത്ത് നിർത്തുവാണ്. നമ്മുടെ 2 ഹീറോയിൻസിനും ബ്ലഡ് ടെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുവാണ്. ഇത് കണ്ടിട്ട് യോങ് മിൻജു പറയുവാണ്, 2 പേരും ആ പാഴ്സൽ മേടിക്കാൻ വന്നതിനെക്കാട്ടിൽ സ്പീഡിൽ ഇപ്പോൾ ഓടി വന്നിട്ടുണ്ടല്ലോ. ഇത് കേൾക്കുന്ന ഡേയോൺ ആണെങ്കിൽ യോങ് മിൻജുവിൻ്റെ പേര് വലിയ ശബ്ദത്തിൽ വിളിച്ചിട്ട് നിനക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് ചോദിക്കുവാണ്. അങ്ങനെ നമ്മുടെ 2 ഹീറോസും വേഗത്തിൽ ചെന്നിട്ട് സാമ്പിൾ കൊടുത്തിട്ട് റിപ്പോർട്ട് മേടിക്കുവാണ് ഡോക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന്. ആ റിപ്പോർട്ടിൽ ആ പേഷ്യൻറ്റിന് M3 വൈറസ് കൺഫേം ആയിട്ടുണ്ട്. അതിൽ 2 ഡോക്ടർമാരിൽ ഒരാൾക്കാണ് ആ വൈറസ് കൺഫേം ആയിട്ടുള്ളത്. നമ്മളുടെ 2 ഹീറോസും റിപ്പോർട്ട് വാങ്ങിയിട്ട് വേഗത്തിൽ ഓപ്പറേഷൻ റൂമിലോട്ട് വരുവാണ്. ഡേയോൺ ആണെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഡോറ് തുറന്നിട്ട് നേരെ വന്നിട്ട് നമ്മുടെ യോങ് മിൻജോനെ ഹഗ് ചെയ്യുവാണ്. കുറച്ച് കഴിഞ്ഞിട്ടാണ് യോങ് മിൻജോ ഓർക്കുന്നത്, ഞാൻ ഐസൊലേഷനിലല്ലേ, നീ എന്തിനാ എന്നെ ഇപ്പോൾ വന്ന് കെട്ടിപ്പിടിക്കുന്നത്? അങ്ങനെ ഡേയോൻ്റെ അടുത്ത് മാറി നിൽക്കെന്ന് പറയുവാണ്. അപ്പോഴാണ് യോങ് മിൻജോന് മനസ്സിലാവുന്നത് അഫക്റ്റ് ആയിട്ടുള്ളത് യോങ് മിൻജോ ആണെന്ന്. ഡേയോണും അവളെ കെട്ടിപ്പിടിച്ചിട്ട് കരയുവാണ്. യൂഷിജനും ഡോക്ടർ ക്യാങ്ങും ഇതെല്ലാം